എൻ്റെ പൊന്നു മക്കളെ, 1300 വർഷം പഴക്കമുള്ള ഒരു തിരുവിതാംകൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ജുമാ മസ്ജിദിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഓരോ കൊത്തുപണികൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. കാരണം ഇത് ഫുള്ള് കൃഷ്ണക്കല്ല് എന്ന് പറയുന്ന ഗ്രാനൈറ്റ് പോലത്തെ പണ്ട് കാലങ്ങളിൽ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കൊട്ടാരം അതുപോലെ അവരുടെ ക്ഷേത്രങ്ങളൊക്കെ പണിയിക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിരുന്ന കല്ലാണിത്. ഏകദേശം ഹിജ്റയുടെ തുടക്കത്തിൽ 1300 അല്ലെങ്കിൽ 1000 ആ ഒരു കാലഘട്ടത്തിൽ മാലിക് ദിനാർ റളിയല്ലാഹുവിൻ്റെ അനുചരന്മാർ ഇവിടേക്ക് പ്രബോധനത്തിനും അതുപോലെ തന്നെ കച്ചവടത്തിനുമൊക്കെ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഈ തിരുവിതാംകൂറിലേക്ക് വന്ന സമയത്ത് തിരുവിതാംകൂർ രാജാക്കന്മാർ കൊടുത്ത സ്ഥലമാണ് ഇവിടെ പള്ളി കെട്ടാൻ വേണ്ടിയിട്ട്. വേണാട് രാജാക്കന്മാരാണ് അവർക്ക് ഇത് കെട്ടാൻ വേണ്ടിയിട്ടുള്ള സമ്മതവും കാര്യങ്ങളൊക്കെ കൊടുത്തത്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ മാർബിൾ പോലത്തെ ഈ കൃഷ്ണക്കല്ല് ഇത് ഫുള്ള് അവർ കൊടുത്താണ്. തിരുവിതാംകൂർ രാജാക്കന്മാർ അവർ കൊടുത്ത് സഹായിച്ചാണ്. ഇനി അതുപോലെ തന്നെ ഇതിൽ കാണുന്ന ഈ ഒരു വർക്ക്, ഈ കാണുന്ന ഈ പൂവ്, അതുപോലെ ഈ കാണുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതൊക്കെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളും മറ്റുമൊക്കെ പണിതെടുത്ത തനത് കൽത്തച്ഛന്മാർ എന്ന് പറയുന്ന കല്ലുകൊത്തു പണിക്കാരുണ്ടാവില്ലേ, അവരാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ പള്ളിയിൽ ഇമാമ് നിൽക്കുന്ന ഈ ഒരു സ്ഥലം മുതൽ ഞാൻ അവിടെ കാണിച്ചു തന്ന ആ ഒരു സ്ഥലം വരെ ഫുള്ള് ഇതാണ് പഴയകാല ജുമാ മസ്ജിദ്. ഏകദേശം 1300ഓളം വർഷം പഴക്കമുള്ള ഒരു ജുമാ മസ്ജിദ്. ഇതിൻ്റെ വാതിൽ വരെ കണ്ടോ, ഇതിന് വരെ 1300 വർഷത്തോളം പഴക്കമുണ്ട് ഈ ഒരു വാതിൽ. എന്താണ് പിന്നെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിയത് എന്തൊരു ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേക കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കത് കാണാൻ കഴിയില്ല. ഈ മേലെ കാണുന്ന ഈ ഒരു വർക്ക്, അതായത് ഈ ഒരു സീലിംഗ് ഇതിലുള്ള ഈ സംഭവം ഉണ്ടല്ലോ, ഇതിപ്പോൾ ഏകദേശം ഒരു 4 വർഷമായിട്ടുള്ളൂ ഇതുവർ ചെയ്തിട്ട്. ഇതിൻ്റെ മുമ്പ് ഇതിൻ്റെ അവസ്ഥ എങ്ങനെയെന്ന് വെച്ചാൽ പുറത്ത് നമ്മൾ കണ്ട പോലെ തന്നെ ഇതിൻ്റെ ബീമുകളും മേലേക്ക് കൂര കെട്ടാൻ വേണ്ടി ഉപയോഗിച്ചത് മുഴുവനും കല്ലുകളാണ്. ഇതുപോലെ ഇതിൻ്റെ മേലെ കാണുന്നത് പോലെ തന്നെ ഉള്ള കല്ലുകളാണ്. ഈ കല്ലിൽ മുഴുവനായിട്ടും പൂക്കൾ, ഓരോ തരത്തിലുള്ള പൂക്കളാണ് ഇവർ കൊത്തി പണിത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര രസമായിരുന്നു അത് കാണാൻ. പക്ഷേ നമുക്ക് കാണാനുള്ള ഭാഗ്യമല്ലേ, കാരണം ഒരു 3-4 വർഷം മുമ്പ് അവരത് സീലിങ് ചെയ്ത് ഫുള്ള് മറച്ചു. പിന്നെ അതുപോലെ ഇതിനൊക്കെ ഫുള്ള് കുമ്മായായിരുന്നു. അതവർ എത്രയോ പൈസ മുടക്കി കുമ്മായൊക്കെ ഒഴിവാക്കി ഇതുപോലെ നല്ല പുരാതന മോഡലിലാക്കി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം ചെയ്ത വർക്കുകളാണ് ഇതിൽ കാണുന്ന ഈ 99 നാമങ്ങളാണ് പിന്നെ ഈ കാണുന്നത്. അത് വഴി ഇതിൻ്റെ ഈ കുമ്മായൊക്കെ മാറ്റിയതിന് ശേഷം അവർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മേൽക്കൂരൊക്കെ നിങ്ങൾ കണ്ട അത്ഭുതപ്പെടും. ഇത്രയും ഇതുപോലുള്ളൊരു മേൽക്കൂര ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വേണം നോക്കി. എന്തൊരു ഭംഗി, പ്രകൃതിപരമായിട്ട് ഈ മരങ്ങളൊക്കെ വെച്ച് കെട്ടിയുണ്ടാക്കുന്ന പള്ളികൾ, ക്ഷേത്രങ്ങൾ, കെട്ടിടങ്ങൾ, ഇതൊക്കെ നമ്മൾ പുരാതന കാലത്ത് കെട്ടിയുണ്ടാക്കുന്ന അതുപോലെ ഓരോ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ. പക്ഷേ ഫുള്ള് കൃഷ്ണക്കല്ല് എന്ന് പറയുന്ന, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഗ്രാനൈറ്റ് പോലത്തെ ഒരു പ്രത്യേക തരം കല്ലാണ്. ആ കല്ല് വെച്ച് ഇത്രയും മനോഹരമായിട്ടൊരു പള്ളി കെട്ടണം എന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ആ തനത്ത് കൽത്തച്ഛന്മാരുടെ ഒരു കഴിവ്, അത് ചില്ലറ കഴിവൊന്നുമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രം വരയ്ക്കാൻ വരെ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് ചിത്രം വരയ്ക്കുന്നവർക്ക് അറിയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കല്ലിലൊക്കെ ഇതുപോലെയുള്ള ഓരോ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവില്ല, എത്രത്തോളം ഇതിന് വർക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇതിൻ്റെ ഓരോ മോഡൽ, ഡിസൈൻ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്താണ്. പിന്നെ അതിന് ശേഷം ഈ പള്ളി ഒന്നുകൂടി വിശാലമാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 4 കൊല്ലം മുമ്പ് കെട്ടിയതാണ്. ഇങ്ങനെ പള്ളീൻ്റെ പുറത്തൊക്കെ ആയിട്ട് കുറച്ച് വലിയ ജുമാ മസ്ജിദ് മോഡലിലാക്കി. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ താഴെ ഈ അറ്റം മുതൽ ആ അറ്റം വരെയുള്ള വലിയൊരു പഴയ കാലത്തെ ഫുള്ള് കല്ല് മാത്രം ഉപയോഗിച്ച് കെട്ടിണ്ടാക്കിയ ഒരു ഹൗളായിരുന്നു. ആ ഹൗളൊക്കെ ഇവർ മൂടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കിണറുണ്ട്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഹൗള് നിറക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്ന കിണർ, ആ കിണറാണ് നമ്മൾ ഈ കാണുന്നത്. ഈ കിണറിന് ചുറ്റും അവർക്ക് പുതിയതായിട്ടൊരു ഹൗള് കെട്ടിയുണ്ടാക്കി. അത് കെട്ടുന്നതിന് മുമ്പ് ഇവിടെ ആയിരുന്നു ആ ഹൗളുണ്ടായിരുന്നത്. ഈ ഹൗളിലേക്ക് ആ കിണറിൽ നിന്ന് വെള്ളമെടുത്ത് ഒഴിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടുത്തെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്രത്തോളം മനോഹരമായിട്ടുള്ള ഓരോ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതം തോന്നിക്കുന്ന ഓരോ പുതിയ കാഴ്ചകൾ. ഞാൻ ഇത്രയും കാലത്തിന് ശേഷം ഇങ്ങനെ കല്ലൊക്കെ വെച്ച് കെട്ടുണ്ടാക്കിയൊരു അത്ഭുതകരമായിട്ടുള്ളൊരു പള്ളിയൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ ഓരോ വാതിലൊക്കെ കാണുമ്പോൾ തന്നെ
ഇത് ഫുള്ള് മരമാണ്. ഈ വാതിൽ, ജനൽ ഇങ്ങനെയുള്ള കാര്യം മാത്രമേ ഇതിൽ മരമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ മരത്തിനടക്കം 1300 വർഷം പഴക്കമുണ്ട്, ഈ കാണുന്ന മരങ്ങൾക്കടക്കം. അപ്പം ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് സിനാൻ സോൾസ്കേപ്പ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.